ഹലോ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പംകിൻ കേക്ക്. കാര്യം ഇവിടെ കനേഡിയൻ താങ്ക്സ് ഗിവിങ് വരുവാണ് ഈ ഒക്ടോബർ 9th. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ്. ഈസിലി അവൈലബിൾ ആണ് നമുക്ക് ഈ ഫോൾ സീസണിൽ, പംകിൻസും ആപ്പിൾസും ഒക്കെ. സോ പംകിൻ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പം ടേസ്റ്റി ആയിട്ടുള്ള വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്ന കേക്ക് നമുക്ക് ഉണ്ടാക്കാമേ. അപ്പോൾ നമ്മുടെ പംകിൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത് ഇങ്ങനെ ക്യാനിൽ വാങ്ങിക്കുമായിരുന്നു. ഇത് ഫ്രഷ് പംകിന് വേവിച്ച് ഉടച്ച് നല്ലതായിട്ട് മാഷ് ചെയ്ത് എടുക്കുന്നതായി സാധനമേ. ഇതിപ്പോൾ ക്യാനിലെ വാങ്ങിച്ചു, ഞാൻ അത് എടുക്കാൻ പോവാ. കണ്ടോ, ഇതാണ് പംകിൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്സ് പംകിൻ പ്യൂറയാണ് എടുക്കുന്നത്. ഇത് ഞാൻ ക്യാനിൽ കാണിച്ച് അതിൽ പൊട്ടിക്കുന്നത് 2 കപ്പ്. 2 കപ്പ് ഇട്ടു. ഇതിലോട്ട് ബാക്കിയുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുമ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. 4 മുട്ട. മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെനില എസൻസ് ഒഴിക്കുകയാണ്. വനില എസൻസ് ഒഴിച്ചു. ഇനി ഇതിലോട്ട് 1 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. 1 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ വിസ്ക് ഉപയോഗിച്ച് തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാമേ. എന്ന് വെച്ചാൽ മാവും സ്പൈസസും ഒക്കെ കൂടെ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ പോകണം. അതിനുവേണ്ടി 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ അല്ല മൈദ, അതാണ് എടുത്തിട്ടുള്ളത്. 2 കപ്സ്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടീസ്പൂൺ ആഡ് ചെയ്തു. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പട്ട പൊടിച്ചത് 2 ടീസ്പൂൺ എടുക്കാം. പൗഡർ 2 ടീസ്പൂൺ. അപ്പോൾ 1/2 ടീസ്പൂൺ ജാതിക്കാപ്പൊടി. നമ്മുടെ ജിഞ്ചർ ഉണങ്ങിയത്, ചുക്ക് പൊടിച്ചത് ഒരു 1.5 ടീസ്പൂൺ. സോൾട്ട് 1 ടീസ്പൂൺ ഇടാം. 1 ടീസ്പൂൺ ഇട്ടു. ഇത്രയും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്തു. അത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഷുഗറും കൂടെ ആഡ് ചെയ്യാം. 1.5 കപ്പ് ഷുഗർ ആഡ് ചെയ്യാൻ പോണേ. നിങ്ങൾക്ക് വേണേൽ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് അമർത്തി എടുക്കണം. 1.5 കപ്പാണ്, അത് ആഡ് ചെയ്തു. ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ഓവർ മിക്സ് ചെയ്യില്ല. എപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന കേക്കോ ബ്രെഡോ ഓവർ മിക്സ് ചെയ്യരുത്. ആവശ്യത്തിനെല്ലാം ഒന്ന് മിക്സ് ആകുക, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് മാവിട്ട് കഴിഞ്ഞിട്ട് ഒട്ടും അങ്ങനെ ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. കുറേശ്ശെ മാവ് നമ്മൾ സ്പൈസസ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇത് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്ക് വരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന, ഒന്നും പ്രയാസമില്ല. ക്യാന് പംകിൻ്റെ പ്യൂറേ ഉണ്ടോ, അതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുക, പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുക. 30 മിനിറ്റ്സ് 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് അവൻ ഓൾറെഡി ഞാൻ ചൂടാവാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു 350 ഡിഗ്രിയിൽ. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. അന്നേരം ഇത് ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന ബേക്കിംഗ് പാനിലേക്ക് ഒഴിക്കാമേ. അപ്പോൾ ബട്ടർ തേച്ച ഒരു പാനിലേക്ക് ഞാനത് ഒഴിച്ചു. 350 അവൻ ചൂടായി കിടക്കുന്നു. അപ്പോൾ അതിലോട്ട് കൊണ്ട് വയ്ക്കാൻ പോണേ. അപ്പോൾ 30 മിനിറ്റ്സ് ഞാൻ വെച്ചത്, പക്ഷേ ആയില്ലായിരുന്നു. 35 മിനിറ്റ്സ് ഞാൻ വെച്ചതുകൊണ്ട് 5 മിനിറ്റ്സ് എക്സ്ട്രാ വെച്ചു. ഇതിപ്പോൾ എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഇനി തണുത്ത് കഴിഞ്ഞിട്ട് പാനിൽ നിന്ന് മാറ്റാം.
ചൂടോടെ മാറ്റില്ല, ഇതിൽ കുറച്ച്. അതുകൂടാതെ ഇച്ചിരി മാവ് എക്സ്ട്രാ ഉണ്ടായിരുന്നു, അപ്പം ഞാനത് മഫിൻസും ആക്കി. മഫിൻസ് ആക്കാനായിട്ട് അതും കണ്ടോ, ഇതിൽ ഞാൻ മഫിൻ പാനിൽ ഒഴിച്ചും വെച്ചു. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ കൊച്ചുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ സൗകര്യം, സ്നാക്കായിട്ട് കൊടുത്തു വിടാമല്ലോ. ഇതും ഞാൻ ചൂട് പോയതിന് ശേഷം ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഇളക്കി കാണിക്കാമേ. സോ അപ്പം ആ സെയിം ബാറ്റർ ഉപയോഗിച്ചിട്ട് മഫിൻസ് കണ്ടില്ലേ, സോഫ്റ്റ് ആണ് കേട്ടോ. മഫിൻസും ഉണ്ടാക്കി, കേക്കും ഉണ്ടാക്കി. ഇത് രണ്ടും നമുക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് കട്ട് ചെയ്ത് നോക്കാമേ. അപ്പോൾ 35 മിനിറ്റ്സ് വെച്ച് എൻ്റെ പംകിൻ കേക്ക് റെഡിയാക്കി എടുത്തു. ഞാനിപ്പോൾ ഇത് മുറിക്കാമേ, മുറിച്ച് കാണിക്കാം. മുറിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എന്ത് സോഫ്റ്റ് എന്ന്. ഇത് കണ്ടോ, വളരെ സോഫ്റ്റാണ്, നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഞാനൊരു തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യും. അതിൻ്റെ മോൾ വശം കണ്ടോ, നല്ല ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന, മോയിസ്റ്റ് ആയിട്ടുള്ള, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സോഫ്റ്റ് കേക്ക്. അതൊന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കട്ടെ നീ. ഇത് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം 2 മാസം വരെ. എന്നിട്ട് കഴിക്കേണ്ട സമയത്ത് റൂം ടെമ്പറേച്ചർ ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ പംകിൻ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. മഫിനായിട്ടും ഉണ്ടാക്കി, കേക്കായിട്ടും ഉണ്ടാക്കി. 2 രീതിയിലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ് ഇത്, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ എളുപ്പമാണ് ഈ മഫിൻസ് ഉണ്ടാക്കിയാൽ. ഫ്രീസ് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ, 2 മാസം. നന്നായിട്ട് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യണം, ഫോയിലൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ മഫിൻ ആദ്യം മുറിച്ച് കാണിക്കാം. ഇതുണ്ടോ, മഫിൻ്റെ ഒക്കെ ആക്കാം സോഫ്റ്റ്. ഇത് നോക്ക്, സോ സോഫ്റ്റ്. കഴിച്ച് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാനേ. ഇതിന് ആവശ്യത്തിന് മധുരമേ ഉള്ളൂ. പംകിൻ്റെ ഫ്ലേവർ ഉണ്ട്, സ്പൈസസിൻ്റെ ഫ്ലേവർ ഉണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു മഫിൻ. ഈ സെയിം ബാറ്റർ ഉപയോഗിച്ചാണല്ലോ ഞാൻ കേക്ക് ഉണ്ടാക്കിയതും. അതും കൂടെ നോക്കട്ടെ. ഇത് കണ്ടോ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഇത് ഞാൻ കഴിക്കാം ഇനി. മേൾവശം ഉണ്ടല്ലോ, മേൾവശമൊക്കെ നല്ല മൊരിഞ്ഞിട്ട്, അകം സോഫ്റ്റും മേളിൽ മൊരിഞ്ഞിട്ടും കടിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് മഫിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് കേക്കാണ്. എന്താണെന്നറിയത്തില്ല, കുറച്ചും കൂടെ എനിക്കത് മഫിനെക്കാട്ടിലും, ഓൾറെഡി രണ്ടും സോഫ്റ്റാണ്, പക്ഷെ മഫിനെക്കാട്ടിലും സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കുക. സെയിം മെഷർമെൻ്റ് യൂസ് ചെയ്ത് എന്നിട്ട് ഉണ്ടാക്കിയിട്ട് കൊള്ളാമോ ഒത്തോ എന്ന് പറയാം. പിന്നെ എല്ലാവരും താങ്ക്സ് ഗിവിങ്ങിന് ഇതുണ്ടാക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ